ഹലോ യൂട്യൂബ്, നിങ്ങൾക്കെല്ലാവർക്കും റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുവാൻ മറ്റൊരു വഴിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൺലൈനിൽ പൈസ ഉണ്ടാക്കുന്ന ഈ വഴി നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ള എൻ്റെ ടീസ്പ്രിങ് എന്ന് പറയുന്ന വെബ്സൈറ്റുമായിട്ട് ഒത്തിരി സിമിലാരിറ്റീസ് ഉള്ള മറ്റൊരു വെബ്സൈറ്റാണ്. പക്ഷേ ഒത്തിരി ഡിഫറെൻ്റ് ആണ് താനും. നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പൈസ ഉണ്ടാക്കാം. മെയിൻ ഡിഫറൻസ് ടീസ്പ്രിങ്ങിൽ നിന്ന് ഈ വെബ്സൈറ്റിനുള്ളത് എന്ന് പറഞ്ഞാൽ, ടീസ്പ്രിങ്ങിൽ നിങ്ങൾ ടീഷർട്ടുകൾ ഡിസൈൻ ചെയ്ത് ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് 10 ടീഷർട്ട് വിൽക്കാമെന്നാണ് നിങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 10 ടീഷർട്ട് 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിറ്റാലേ നിങ്ങൾക്ക് ആ 10 ടീഷർട്ടിനുള്ള കമ്മീഷൻ കിട്ടുകയുള്ളായിരുന്നു. ഓക്കെ, സംഭവം മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് 20-നാണ് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 20 എണ്ണം 21 ദിവസത്തിനുള്ളിൽ വിറ്റാലേ നിങ്ങൾക്ക് അവർ പറഞ്ഞ കമ്മീഷൻ കിട്ടുകയുള്ളായിരുന്നു. 1-2 വിറ്റാലേ അവർ പ്രിൻ്റ് ചെയ്യില്ലായിരുന്നു, നിങ്ങൾക്ക് പൈസയും കിട്ടില്ല, ആ വാങ്ങിച്ചവർക്ക് ടീഷർട്ടും കിട്ടില്ല. അങ്ങനെയാണ് ടീസ്പ്രിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വെബ്സൈറ്റ് ഒത്തിരി ഡിഫറെൻ്റാണ്. ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അഫിലിയേഷൻ മാർക്കറ്ററായിട്ട്, അതായത് മറ്റുള്ളവരുടെ ടീഷർട്ട് പ്രൊമോട്ട് ചെയ്ത് അതിൽ 35% കമ്മീഷൻ വാങ്ങിക്കാം. നിങ്ങളുടെ അഫിലിയേഷൻ ലിങ്ക് വഴിയാണ് ആരെങ്കിലും വാങ്ങിക്കുന്നതെങ്കിൽ 35% കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും ഫൈനൽ പ്രൈസിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ടീഷർട്ട് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് വഴി തന്നെ പ്രൊമോട്ട് ചെയ്യാം. നിങ്ങളുടെ വെബ്സൈറ്റ് വഴി, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് വഴി, നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങൾക്ക് ടീഷർട്ട് പ്രൊമോട്ട് ചെയ്ത് ആരെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങളുടെ ഡിസൈൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പൈസ കിട്ടും. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് സൺഫ്രോഗ് ഷർട്ട് എന്നടിക്കുക. സൺഫ്രോഗ് ഷർട്ട്സ്, അതിൻ്റെ അകത്ത് ആദ്യം വരുന്ന റിസൾട്ട് എടുക്കുക. ഈ വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അഫിലിയേഷൻ മാർക്കറ്ററായിട്ടാണ് താല്പര്യം, നിങ്ങൾക്ക് ടീഷർട്ട് ഡിസൈൻ ചെയ്യുന്നതിലല്ല, വെറുതെ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ കാറ്റഗറികളുണ്ട്. അതായത് ഫെയ്ത്ത്, ഫിഷിങ്, ഫിറ്റ്നസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ടീഷർട്ടുകളെല്ലാം കാണിച്ചിട്ട്, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീഷർട്ടുകൾ നിങ്ങൾക്ക് കണ്ടിട്ട് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും വാങ്ങിക്കാൻ അത് താല്പര്യം ഉണ്ടാകും നമുക്ക് തോന്നുന്ന അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ അഫിലിയേഷൻ ലിങ്ക് വഴിയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ആരെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 35% കമ്മീഷൻ കിട്ടും. അപ്പോൾ ഫൈനൽ പ്രൈസ് എത്രയാണ്? ഇപ്പോൾ $21 35% കിട്ടും ഈ ടീഷർട്ട് വിറ്റാൽ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയണം, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ടീഷർട്ടുകൾ ഏതെന്ന് അറിയണമെങ്കിൽ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ടീഷർട്ടുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും ഈസി, ഓൾറെഡി വിറ്റ് പോകുന്നതായതുകൊണ്ട്. പിന്നെ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻ്റ്, ഇപ്പോൾ ഫിഷിങ്ങിൽ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല, അങ്ങനത്തെ ടീഷർട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും നല്ലത് ചൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അവരെ അറിയിക്കുക ഇങ്ങനെ ടീഷർട്ടുള്ളതായും. ഇതെല്ലാം ഞാൻ പറയുന്നത് അഫിലിയേഷൻ മാർക്കറ്ററായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലാണ്. ആർട്ടിസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വേറെയാണ് കഥ. അപ്പോൾ രണ്ടും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിതിലൊരു അക്കൗണ്ട് ഉണ്ട്, ഞാനിതിൽ ആർട്ടിസ്റ്റായിട്ടാണ് സൈനപ്പ് ചെയ്തേക്കണേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഇവർ ഈ പേയ്മെൻറ്റ് പേജിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നും ഇതുവരെ സെയിലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അഫിലിയേഷൻ മാർക്കറ്ററായിട്ട് സൈനപ്പ് ചെയ്യണമെങ്കിൽ ഈ ആർട്ടിസ്റ്റായിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേഷൻ മാർക്കറ്ററായിട്ടും സൈനപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതി മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അഫിലിയേഷൻ മാർക്കറ്ററായിട്ട് സൈനപ്പ് ചെയ്തിട്ടില്ല, ഞാൻ ആർട്ടിസ്റ്റായിട്ട് മാത്രമേ സൈനപ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് അഫിലിയേഷൻ മാർക്കറ്ററായിട്ട് ഇപ്പോൾ ആണെങ്കിൽ സൈനപ്പ് ചെയ്യാം, എന്നിട്ട് മറ്റുള്ളവരുടെ ടീഷർട്ടുകൾ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങാം. അങ്ങനെ വേണമെങ്കിൽ ഞാനിപ്പോൾ ആർട്ടിസ്റ്റ് മാത്രമായിട്ട് സൈനപ്പ് ചെയ്തേക്കണോണ്ട് ആർട്ടിസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ടീഷർട്ട് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പേജിൽ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്ലോഡ് ആർട്സിൽ വരാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആർട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ഇത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഈ ഡൗൺലോഡ് ആർട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം ഡൗൺലോഡ് ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഈ ഡൗൺലോഡ് ആർട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവമാണ് കിട്ടുക. ഇങ്ങനത്തെ ഒരു PNG ഫയലാണ് കിട്ടുക. ഈ PNG ഫയൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലിട്ടിട്ട് ഈ കൊടുത്തിരിക്കുന്ന പടം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഡിസൈൻ ഇതിൽ വർക്ക് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യുക. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ അത്ര നീളത്തിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് എഡിറ്റിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൻ്റെ കൂടെ വരിക, ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്ന പോലത്തെ ഒരു PNG ഫയൽ കിട്ടും. അത് സേവ് ചെയ്ത് വയ്ക്കുക. അതിൽ ഡിസൈൻ ചെയ്തതാണ് ഞാനിത്. ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഓരോ സ്റ്റെപ്പിലും ഹൗ ടു ഈ വീഡിയോ വാച്ച് ചെയ്യുക. യൂട്യൂബ് വീഡിയോസാണത്, ഇംഗ്ലീഷിലാണ്. അത് വാച്ച് ചെയ്താൽ എല്ലാവരും പറഞ്ഞു തരും എങ്ങനെയാണ് ഈ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ആർട്ട് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസാണ്. ഈ ആദ്യത്തെ സ്റ്റെപ്പിലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. നെക്സ്റ്റ് കൊടുത്ത് വരുന്ന ഈ പേജിലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കിട്ടും. അപ്പോൾ അതിൽ കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ ഡിസൈൻ എഡിറ്റ് ചെയ്യേണ്ടതെന്നും ആ ടെംപ്ലേറ്റിലേക്ക് ആക്കേണ്ടതെന്നും. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ പേജിൽ വരുന്ന ഈ ഡൗൺലോഡ് മോക്കപ്പ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു സാധനമായിരിക്കും. ഫോട്ടോഷോപ്പിൻ്റെ ഒരു ഫയലാണ് കിട്ടുന്നത്. അത് തുറന്നു വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ടീഷർട്ടായിരിക്കും. ഓക്കെ, ഈ ടീഷർട്ടിലാണ് നിങ്ങൾ നിങ്ങളുടെ ഉണ്ടാക്കിയ ആർട്ട് ചെയ്ത് സേവ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് കൊടുത്ത് നിങ്ങളുടെ യൂഷ്വൽ കാര്യങ്ങൾ, ഇപ്പോൾ ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് ടീഷർട്ട് മതി. ഇവിടെ വന്നിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടീഷർട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു വൈറ്റ് ടീഷർട്ട് ഉള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടീഷർട്ട് ഇവിടെ കാണിക്കും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ എന്ത് ടീഷർട്ടിൻ്റെ ടൈറ്റിൽ ഏത് കാറ്റഗറി പെടുന്നതാണ്, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൈറ്റ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നവർക്ക് സൗകര്യത്തിന് പെട്ടെന്ന് നിങ്ങളുടെ ടീഷർട്ട് കണ്ടുപിടിക്കാനാണ്. എന്തിനെ പറ്റിയാണ് നിങ്ങളുടെ ടീഷർട്ട് എന്നുള്ളത് പെട്ടെന്ന് സെർച്ച് റിസൾട്ടിൽ പൊങ്ങി വരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടീഷർട്ടായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വേർഡ്സുകളിലൂടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ടീഷർട്ട്, ഫിഷിംഗ് ടീഷർട്ട്, അല്ലെങ്കിൽ ഫെയ്ത്ത് ടീഷർട്ട്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ടീഷർട്ട്, അങ്ങനെ നിങ്ങളുടെ ടീഷർട്ടായിട്ട് ബന്ധപ്പെട്ട വേർഡുകളിലൂടെ സെർച്ച് ചെയ്യുക. എഗ്രി കൊടുക്കുക, ഫിനിഷ് ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു URL കിട്ടും. ഓക്കെ, ഈ ഒരു ടീഷർട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ URL ആണിത്. ഇങ്ങനെ ഒരു URL നിങ്ങൾക്ക് കിട്ടും. ഈ URL ആണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തൊരു ടീഷർട്ടാണ്. അപ്പോൾ ഈ URL ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുമായിട്ടും ഫേസ്ബുക്കിൽ ചെന്നിട്ട് ഇത് പിന്നീട് ഞാനിത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന വീഡിയോ തന്നെ നിങ്ങളോട് ഞാൻ യൂഷ്വലി പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് കൂടെ പറയാം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ആകെ ഇത്രയും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം വീഡിയോ ഒത്തിരി നീണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു രീതിയാണ്. നിങ്ങൾക്ക് 2 രീതിയിൽ പൈസ ഉണ്ടാക്കാം. പിന്നെ ഇത് ടോട്ടലി ഫ്രീ ആണ്. 100% ഫ്രീ ആണ് സൈനപ്പ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും സംഭവങ്ങളൊന്നും കൊടുക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ ഓൺലൈനിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പാലിൻ്റെ അക്കൗണ്ട് നിർബന്ധമായിട്ടും വേണം. ഇതിനും പേപ്പാലിൻ്റെ അക്കൗണ്ടെങ്കിലും വേണം. അല്ലെങ്കിൽ പിന്നെ ഒരു ബാങ്ക് ഇൻഫർമേഷനൊക്കെ ചോദിക്കണം. ഈസി പേപ്പാലിന് സൈനപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് പേപ്പാലിന് സൈനപ്പ് ചെയ്യുക. കാര്യം പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പേപ്പാൽ വഴിയാണ്. അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ കാണുന്ന ടാബുകളിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, എന്താണെന്നുള്ളതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വൺസ് നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിലുള്ള ടാബുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഈ മേളിലുള്ള ഈ നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ടീസ്പ്രിങ്ങിനേക്കാളും ഒത്തിരി ഭേദമാണ്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓരോ ടീഷർട്ടിൻ്റെ സെയിലിനാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഗോളൊന്നുമില്ല അച്ചീവ് ചെയ്യാൻ. ടീഷർട്ടുകൾ അവിടെ കിടക്കും. ഇങ്ങനെ 21 ദിവസം കൊണ്ട് വിൽക്കണം അങ്ങനെയൊന്നുമില്ല. ആ വെബ്സൈറ്റിൽ അത് കിടക്കും. എത്ര നാൾ നിങ്ങൾ എടുത്ത് കളയുന്നവരെ അതിൻ്റെ അകത്ത് കിടക്കും. നിങ്ങൾക്ക് അത്രയും നാൾ ഈ സാധനം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റുകളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ
ഇനിയും തുടർന്ന് വീഡിയോസ് വരുന്നതായിരിക്കും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഞാൻ അടുത്തത് വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.